വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് സാധാരണ ഭരണ നടപടിയല്ല, മറിച്ച് സർക്കാരിന് നികുതി നഷ്ടത്തിനും മദ്യ കമ്പനിക്ക് കോടികളുടെ ലാഭത്തിനും ഉതകുന്ന ആസൂത്രിത നീക്കമാണെന്ന രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നികുതി ഇളവിലെ സർക്കാരിന്റെ പുകമറ മദ്യ കമ്പനിയുടെ ആവശ്യം അംഗീകരിക്കാനുള്ള അടവാണെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. UDF അധികാരമേറ്റെടുത്ത് ഒരു മാസം പോലും തികയേണ്ടി വന്നില്ല. അതിനുള്ളിൽ തന്നെ അഴിമതി സർക്കാരിനെ വലയം ചെയ്തുവെന്ന് ആമുഖമായി പറഞ്ഞായിരുന്നു പ്രതിപക്ഷ നേതാവ് വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചത്. ബക്കാഡി എന്ന സ്വകാര്യ കമ്പനിക്ക് കോടികളുടെ നികുതി ഇളവ് നൽകാനുള്ള ഗൂഢമായ നീക്കമാണ് നടക്കുന്നത്. ഇതൊരു സാധാരണ ഭരണ നടപടിയല്ല, മറിച്ച് സർക്കാരിന് നികുതി നഷ്ടത്തിനും മദ്യക്കമ്പനിക്ക് കോടികളുടെ ലാഭത്തിനും ഉതകുന്ന ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നികുതി ഇളവ് സംബന്ധിച്ച ബജറ്റ് നിർദ്ദേശം UDFിൽ ചർച്ച ചെയ്ത് മാത്രമേ നടപ്പാക്കൂവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ബജറ്റിനൊപ്പം നികുതി ഇളവുകൾ പരാമർശിക്കുന്ന ഫിനാൻസ് ബിൽ സഭ അംഗീകരിച്ചാൽ നിയമമാകും. അത് നടപ്പാക്കുന്നത് തടയാൻ UDFിന് നിയമപരമായി കഴിയില്ല. നികുതി ഇളവിനുള്ള നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ ചേർത്ത ശേഷം UDF ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ഈ പുകമറ മദ്യക്കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള അടവ് മാത്രമാണെന്നും അതീവ രഹസ്യമായ ഒരു സ്വകാര്യ കമ്പനിക്ക് അമിതലാഭമുണ്ടാക്കാനുള്ള ഗൂഢനീക്കമാണിതിന് പിന്നിലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ മൗനത്തിലാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. നാടിനെ കുത്തകകൾക്ക് തീരെഴുതുന്ന മദ്യത്തിൽ മുക്കുന്ന സർക്കാരിന്റെ അഴിമതിക്കെതിരെ ജനങ്ങൾ അണിചേരണമെന്ന മുന്നറിയിപ്പും ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.